असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय मृत्योर्मा अमृतं गमय मृत्योर्मा अमृतं गमय मृत्योर्मा अमृतं गमय. എത്ര സമുന്നത ഇന്നോ പുരോഹിത ശ്രീഭരമേറ്റ് വിശിഷ്ടസ്ഥാനം. എത്ര സമുന്നത ഇന്നോ പുരോഹിത ശ്രീഭരമേറ്റ് വിശിഷ്ടസ്ഥാനം. അഗ്നിമയന്മാ ദിവ്യാരൂപികൾ ആയതിരത്ഭുതമാർന്നിടുന്നു. സമുന്നത ഇന്നു പുരോഹിത ശ്രീഭരമേറ്റ് വിശിഷ്ടസ്ഥാനം. കീർത്തിതനത്രേ ഗബ്രിയേലെന്നും ശുദ്ധമീകായനെ പരമോന്നതനും. കീർത്തിതനത്രേ ഗബ്രിയേലെന്നും ശുദ്ധമീകായനെ പരമോന്നതനും. അവരുടെ സാർത്ഥക നാമം തന്നെ, അവരുടെ സാർത്ഥക നാമം തന്നെ തെളിയിക്കുന്നൊരു സത്യമേതല്ലോ. എത്ര സമുന്നത ഇന്നു പുരോഹിത ശ്രീഭരമേറ്റ് വിശിഷ്ടസ്ഥാനം. ബലികളുടെ ബലിയായിവിടെ തിരുസുതനേകിയ ആത്മബലി. പങ്കുചേരാം യാഗമാകാം പാവനരായണയൂ. ജനമേ യോഗ്യതയോടണയൂ. ബലികളുടെ ബലിയായിവിടെ തിരുസുതനേകിയ ആത്മബലി. പങ്കുചേരാം യാഗമാകാം പാവനരായണയൂ. ജനമേ യോഗ്യതയോടണയൂ.
ബലിയർപ്പകനും ബലിവസ്തുവുമീ യാഗവേദിയിലൊന്നല്ലോ. ബലിയർപ്പകനും ബലിവസ്തുവുമീ യാഗവേദിയിലൊന്നല്ലോ. സ്വന്തമാംസനിണങ്ങൾ പകരും വിരുന്നൊരുക്കുകയാണിവിടെ. ആത്മയാഗമയേശുനാഥൻ ബലികളുടെ ബലിയായിവിടെ. തിരുസുതനേകിയ ആത്മബലി പങ്കുചേരാം യാഗമാകാം. പാവനരായണയോ ജനമേ യോഗ്യതയോടണയോ. ഒരു കാസയിലും പീലാസയിലും നുകരും സ്നേഹസമൂഹം നാം. ഒരു കാസയിലും പീലാസയിലും നുകരും സ്നേഹസമൂഹം നാം. ദ്വേഷഭാവമകറ്റും സ്നേഹം പകരും സ്നേഹിതരായണയാം. യോഗ്യതയോടി തിരുബലിയിൽ ബലികളുടെ ബലിയായിവിടെ. തിരുസുതനേകിയ ആത്മബലി പങ്കുചേരാം യാഗമാകാം. പാവനരായണയോ ജനമേ യോഗ്യതയോടണയോ. ബലികളുടെ ബലിയായിവിടെ. തിരുസുതനേകിയ ആത്മബലി പങ്കുചേരാം യാഗമാകാം. പാവനരായണയോ. സന്തോഷകരവും അഭിമാനകരവുമായ ഒരു സുന്ദര സുദിനമാണ് ഇന്ന്. കാരണം ദൈവികാഹ്വാനത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് പ്രാർത്ഥന നിരതനായി പരിശീലനകാലം പൂർത്തിയാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജോർജ് കരുവേലിക്കൽ ദൈവത്തിനും ദൈവജനത്തിനും ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി വിശുദ്ധായുടെ വിശുദ്ധ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് ഇന്ന്. അവിടുത്തെ മാതൃക അനുസരിച്ച് ദൈവജനത്തിന് വേണ്ടി സ്വയം മുറിക്കപ്പെടുവാനും ചിന്തപ്പെടുവാനുമാണ് ഇന്നിതാ ഇവിടെ ഒരു പുരോഹിതൻ ജന്മമെടുക്കുന്നു. തങ്ങളുടെ മകനെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥനാപൂർവം കാത്തിരുന്ന മാതാപിതാക്കളുടെ പ്രതീക്ഷകളെല്ലാം ഈ സുന്ദര സുദിനത്തിൽ പൂവണിയുകയാണ്. ഈ പരിപാവനമായ നിമിഷങ്ങളിൽ നമുക്കും തിരുസഭാ മാതാവിനോടൊപ്പം ദൈവത്തിന് നന്ദി പറയാം. തിരുസഭാ മാതാവിന്റെ ആനന്ദത്തിൽ നമുക്കും പങ്കുചേരാം. അതോടൊപ്പം നമ്മുടെ ഇടയിൽ നിന്ന് ധാരാളം ദൈവബലികൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഭക്തിപൂർവ്വം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പട്ടണങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പ്രാരംഭമായിട്ടുള്ള പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് മഹത്വം പ്രാപിച്ച ഉദ്ധിതനായ ഈശോയുടെ പ്രതീകവും മാർത്തോമാക്രിസ്ത്യാനികളുടെ മുഖ്യമന്ത്രിയുമായ മാർത്തോമാ കുരിശാണ് പ്രദക്ഷിണത്തിന്റെ ഏറ്റവും മുന്നിൽ. പാപമോചനത്തെയാണ് ധൂപം സൂചിപ്പിക്കുന്നത്. കർത്താവിന് സ്വയം സമർപ്പിക്കുന്ന വൈദികൻ പാപരഹിതവും വിശുദ്ധവുമായ ജീവിതം നയിക്കണമെന്ന് ധൂപാർച്ചന അനുസ്മരിപ്പിക്കുന്നു. സത്യവിശ്വാസം പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും കടപ്പെട്ടവനാണ് വൈദികൻ എന്ന് വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നു. പ്രദക്ഷിണത്തിന്റെ ഏറ്റവും പിന്നിൽ പട്ടം സ്വീകരിക്കുവാനുള്ള സംസ്ഥാന സ്ഥാനവസ്ത്രങ്ങളായ
കുത്തീനയും സോനാറയും ഊറാറയും ധരിച്ച് കൈത്തണ്ടയിൽ തിരുവസ്ത്രങ്ങളുമായി വൈദിക വിദ്യാർത്ഥികളാലും വൈദികരാലും മാതാപിതാക്കന്മാരാലും അനുഗതനായി കടന്നു വരുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിപൂർവം ഒന്നു ചേർന്ന് പ്രാർത്ഥനാഗാനം ആലപിച്ചുകൊണ്ട് ഇവരെ ദൈവഭവനത്തിലേക്ക് സ്വീകരിക്കാം. ജീവിത അവസാനം വരെ പാലിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഇദ്ദേഹത്തോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. ഈ സമയം ഇരുന്നുകൊണ്ട് ഭക്തിപൂർവ്വം തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. അയോഗ്യനായ സംസ്ഥാന ജോർജ് കരിവേലിക്കൽ അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ മാർ മാത്യു ആനന്ദിക്കാവിൽ നിൽക്കാതെ കത്തോലിക്ക വിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സർവശക്തന്റെ പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടി ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചത്തിൽ സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും ഇരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ക്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ.
വിശ്വസിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത് എല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘവും ഔദ്യോഗിക പ്രബോധന അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവർ അവർ അവയെ നിയതമായി നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മാർ വർഗീസ് മെത്രാപ്പോലീത്തായോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിധേയത്വവും ഉറച്ചുകൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ നേതൃത്വ പിതാവുമായ മാർ മാത്യു മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ എന്നെ സഹായിക്കട്ടെ. അവിടുത്തെ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. മുടിമുടികളിലൂടെ പരിശുദ്ധ പൗരോഹിത്യം എന്ന ദൈവികദാസസംഹിത വൈദികാധിയെ അനുസ്മരിക്കുന്നു. അങ്ങനെയുള്ള പാപഭാരങ്ങളുടെ നിശ്ചയമായ
നമ്മുടെ ആരാധനാ ക്രമത്തിൽ ധൂപാർപ്പണം ദൈവത്തിനായുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും നിരന്തരമായ പ്രാർത്ഥനയുടെയും പ്രതീകമാണ്.
പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി കർത്താവായ ദൈവമേ, അങ്ങയുടെ മൂല്യവരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് കൈനീട്ടി നിൽക്കുന്ന ഈ ദാസന്റെ കാര്യങ്ങൾ അനുഗ്രഹം കൊണ്ട് നയിക്കണമേ. ശുദ്ധിയോടെ പൗരോഹിതധർമ്മം നിർവഹിച്ച പുരോഹിതരുടെ ഗണത്തിൽ ഇയാളെയും ചേർക്കണമേ. ഔദ്യോഗികയായ സഭയുടെ യജ്ഞത്താൽ ഇയാളെ നിറയ്ക്കണമേ. ആധ്യാത്മികതയുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഈ ദാസനോട് വരണമേ, വിവേകവും ജ്ഞാനവും എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ
ശ്രദ്ധിക്കുവിൻ. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് മോശയോട് അരുളി ചെയ്തു, 1-ാം മാസത്തിൻ്റെ 1-ാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷ്യപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശ്ശീല കൊണ്ട് മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വയ്ക്കണം. വിളക്കുകാൽ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക. ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സാക്ഷ്യപേടകത്തിൻ്റെ മുൻപിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനികയിടുകയും വേണം. സമാഗമ കൂടാരത്തിൻ്റെ വാതിലിന് മുൻപിൽ നീ ദഹനബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യേ ക്ഷാളനപാത്രം വെച്ച് അതിൽ വെള്ളമൊഴിക്കുക. ചുറ്റും അങ്കണമൊരുക്കി അങ്കണ കവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലവും അഭിഷേചിക്കുക. അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക. അവ വിശുദ്ധമാകും. ദഹന ബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക. ബലിപീഠം അതിവിശുദ്ധമാകും. ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കണം. അനന്തരം അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. അഹ്റോനെ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേചിക്കണം. പുരോഹിതൻ എന്ന നിലയിൽ അവൻ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ ഈ അഭിഷേകം അവരുടെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യപൗരോഹിത്യത്തിൽ ഭാഗവാക്കുകളാക്കുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സ്വർഗ്ഗവാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനെ വീക്ഷിക്കുന്നവർ കർത്താവ് നട്ടുപിടിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ വിധിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീരിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും. പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആധിപത്യങ്ങളെ മേയിക്കും. പരദേശികൾ നിങ്ങളുടെ ഒഴിവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരും ആകും. കർത്താവിന്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു. കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും. അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവ
ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാവപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും എത്തിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി എന്നതുപോലെ സ്വന്തം പാവങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. അഹരോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്നാൽ മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. എന്തെന്നാൽ അവർ എനിക്കുള്ളതെല്ലാം അങ്ങേതാണ്. അങ്ങേ
എന്നേക്കുള്ളതെല്ലാം എന്റേതും. ഞാൻ അവരിൽ മൗത്തപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. വിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഞാൻ അവരോടുകൂടിയായിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധഗീതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിന്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. ഇതെല്ലാം ലോകത്തിലെത്തി ഞാൻ സംസാരിക്കുന്നത് എന്റെ സന്തോഷം അതിന്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകാൻ വേണ്ടിയാണ്. അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ഞാൻ ലോകം, എന്നാൽ ലോകം അവരെ ദ്വേഷിക്കും. എന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശദീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശദീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു. രാജ്യത്തിലും അങ്ങേയറ്റം സന്തോഷവും അതേസമയം അഭിമാനവും ഉള്ള ദിനമാണ്. പുരോഹിത ഗണമാകുന്ന വിശ്വാസികളുടെ ഇടയിൽ നിന്നും ദൈവം ശുശ്രൂഷ പുരോഹിതത്തിന് ഒരാളെ വിളിക്കുമ്പോൾ തീർച്ചയായും ആ വിശ്വാസികളുടെ ഗണമാണ് ധന്യത പ്രാപിക്കുന്നത്, അഭിമാനങ്ങളുള്ളത്. തീർച്ചയായും രാജപുരം ഇടവഴിന്ന് അഭിമാനിക്കാനുണ്ട്. ഇവിടെ നിന്ന് എട്ടാമത്തെ വൈദികനാണെന്നാണ് എൻ്റെ അറിവ്. രാവിലെ സ്വീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുന്ന ആളുകളിൽ എട്ടാമത്തെയാണ്. കരിവേലിയിൽ കുടുംബത്തെയും കുടുംബാംഗങ്ങളെ പ്രത്യേക അവസരത്തിൽ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ജോർജിനെ മാസിനെ ഈ നിലയിലേക്ക് എത്തിച്ചത് തീർച്ചയായും അനേകരുടെ പരിശ്രമത്തിലൂടെയാണ്. മാതാപിതാക്കളുടെ കുട്ടിക്കാലത്തെ പരിശീലനം, ഇവിടെ വികാരിമാരായിരുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെ സന്മാർഗ, അവരുടെ സേവന മനോഭാവം, പ്രാർത്ഥനാശൈലി, അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്കൂളുകളിൽ പഠിപ്പിച്ച അധ്യാപകരുടെ സന്മാർഗങ്ങൾ എല്ലാമാണ് അദ്ദേഹത്തെ ഇപ്രകാരം പിതാവിനെ ഓരോരുത്തരെ സ്വീകരിച്ച് ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ യോഗ്യനാക്കി തീർക്കുന്നു. അതിൽ നമുക്ക് എല്ലാവരോടും കടപ്പാടുകളുണ്ട്. അവരെല്ലാം ഓർക്കുകയും അവർക്കൊക്കെ വേണ്ടി നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും സ്ഥാപിച്ച് നമ്മുടെ അത്രയും മഹത്തായ ഒരു കാര്യം എങ്ങനെ നമ്മൾ കാണണം. ഇന്നത്തെ ശുശ്രൂഷയിലെ കീർത്തനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ദൈവദൂതന്മാരും അതുപോലെ അവരെ പ്രമുഖരായ വിഭാഗയെ പോലും അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന ഒന്നാണ് പൗരോഹിത്യം. ഒരിക്കലും പറയുന്നതായി ഞാൻ മാലാഖായെയും പുരോഹിതനെയും ഒരുമിച്ച് കണ്ടാൽ തീർച്ചയായും പുരോഹിതനെ ആയിരിക്കും ഞാൻ വന്ദിക്കുകയായിരുന്നു. അത്രമാത്രം മഹത്വപൂർണമായ ഒരവസ്ഥയാണ് പുരോഹിതൻ്റെ. ലോകത്തില് 4 ലക്ഷത്തിലധികം പുരോഹിതരാണ് ദൈവത്തിൻ്റെ ജീവിക്കുക. അവരിലൊക്കെ ചെറിയ ചെറിയ കുറവുകളും പരാജയങ്ങളും കാണുമ്പോൾ അതൊക്കെ വലിപ്പത്തിലാക്കി പൗരോഹിത്യത്തെ
നിന്ദിക്കുകയോ അവഹേളിക്കുകയോ അല്ല അവർ ചെയ്യേണ്ടത്. പുരോഹിതന്മാരുടെ കുറവ് കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥന ശക്തിപ്പെടുത്തണം. അപ്പസ്തോല നടപടി 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതാണ് കാണുന്നത്. അവര് ചായക്കടയിലോ വഴി കവലയിലോ ഒക്കെ പോയി അച്ഛൻ്റെ കുറ്റം പറയുകയല്ല. അവര് സ്ത്രീഹന്മാരില് ആത്മാവിന്റെ ശക്തി കുറയുന്നതെന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും കൂടി ദേവാലയത്തിൽ പോയിരുന്ന് അപ്പസ്തോലന്മാർ ആത്മാവോട് നിറയാൻ കൂടുതൽ ശക്തരായി തീരാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ നടപടി പുസ്തകത്തിൽ സഭയുടെ ആദ്യഘട്ടത്തിലെ ചരിത്രമാണ്. അതല്ലാതെ അച്ഛൻ്റെ കുറ്റം പറഞ്ഞ് ഒക്കെ ജീവിക്കുന്നതിലല്ല നമ്മളുടെ അന്തസ്സ്. നമുക്കറിയാം, നമ്മുടെ രൂപതയിൽ തന്നെ 2-3 ഇടവകളിൽ ഒരു വൈദികൻ പോലും ഉണ്ടായിട്ടില്ല. 10-60 വർഷമായ ഇടവക ഇതുവരെയും ഒരുവൻ പോലും ഈശോയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടില്ല. കാരണം അവിടെയുള്ള ആളുകളുടെ വൈദികരോടുള്ള ആ വിമർശനാത്മകമായ സമീപനം, കുടുംബങ്ങളിലൊക്കെ വൈദികരെയൊക്കെ കുറ്റം പറയുന്ന സ്വഭാവം, അതൊക്കെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നതാണ്. അതെല്ലാം ആ മനോഭാവമുള്ള കുഞ്ഞുങ്ങളെ ആഗ്രഹമുള്ളവരെയൊക്കെ പിന്തിരിപ്പിക്കുന്ന സമീപനം പുരോഹിതർക്ക് വേണ്ടി നമ്മൾ നടത്തണം. ഇവിടെ പുരോഹിതര് വിശുദ്ധരായിരിക്കേണ്ടവരാണ്. ഇന്നത്തെ കീർത്തനങ്ങളിലൊക്കെ നമ്മൾ അതെല്ലാം എടുത്തു പറയുന്നതാണ്. പാപത്തോട് വിടപറഞ്ഞ് പാപം ചെയ്യാതെ വിശ്വസിച്ച് കൂടുതൽ വേണ്ട കാര്യമാണ്. അതിനുവേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിശ്വാസികളും അപ്രകാരം പുരോഹിതർക്ക് വേണ്ടി അവരുടെ ജീവിതം പാപക്കറകളിൽ നിന്നെല്ലാം മാറി നല്ല വിശുദ്ധിയുള്ളതായി വിശ്വാസികൾ ഒരിക്കലും ചേർന്നതല്ല. അതിന് നമ്മൾ ഒരിക്കലും കൂട്ടുനിൽക്കുന്നവരാവില്ല. അത് നമ്മുടെ സമൂഹത്തിൻ്റെ മോറാൽ നശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പ്രയത്നങ്ങളാണ്. ചിലരെയൊക്കെ ജയിലിൽ കിടക്കും. അതിലൂടെയൊന്നും കർത്താവിന്റെ ഗൗരവത്യം ഇല്ലാതാവുകയില്ല എന്ന് നമുക്കറിയാം. അവമാനിക്കും. എങ്കിലും ചാനലുകളുടെ വൈദികരുടെയും സമർപ്പിതരുടെയൊക്കെ ജീവിതത്തിലെ കുറവുകൾ എടുത്തു കാണിച്ചവരെ സമൂഹത്തിൽ നിന്ദിതരാക്കുക, പ്രചോദനവും പ്രേരണയും ഉണ്ടാകണം. അതുപോലെ തന്നെ ഭൂമിയുടെ ഉപ്പാണ് പുരോഹിതൻ എന്നാണ് ഇന്നത്തെ കീർത്തനങ്ങളിൽ ഒരെണ്ണം നമ്മൾ ആലോചിച്ച് കേട്ടത്. ഉപ്പ് എപ്പോഴും സമൂഹത്തെ ശുദ്ധീകരിക്കുന്നതാണ്. ഇപ്പം പുരോഹിതൻ സമൂഹത്തെ ശുദ്ധീകരിക്കാനുള്ളതാണ്. അതുപോലെ ഉപ്പ് സമൂഹത്തിൽ കേടുവരാൻ കാത്തു സൂക്ഷിക്കാനുള്ളതാണ്. പുരോഹിതനും അതുപോലെ തന്നെ വസ്തുക്കളെ കേടുവരാതെ ഉപ്പ് സൂക്ഷിക്കുന്ന പോലെ പുരോഹിതൻ സമൂഹത്തിലുണ്ടാകുന്ന ദുഷിച്ച പോക്കുകളെയൊക്കെ കണ്ടിട്ട് വേണ്ട രീതിയിൽ അതിനെ വിലയിരുത്തി നേരായ പാത അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിനാണ് കർത്താവ് പ്രാർത്ഥനയിൽ പറയുക, എൻ്റെ വചനം ഞാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വചനമാണ് പുരോഹിതന്റെ പഠനഗ്രന്ഥം ആയിരിക്കേണ്ടത്. ഈ വചനത്തിനനുസരിച്ചാണ് ജനങ്ങളെ നയിക്കേണ്ടത്. അതല്ലാതെ ആഴ്ചപ്പതിപ്പുകളോ ചാനലുകളോ ഒക്കെ അഭിപ്രായപ്പെടുന്നതനുസരിച്ചല്ല സമൂഹത്തെ നയിക്കേണ്ടത്. അപ്പോൾ സമൂഹം നിങ്ങളെ വെറും ദ്വേഷിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കാരണം കർത്താവിനോട് അതുപോലെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ സമൂഹത്തിന് അനുസൃതമായി അവരുടെ പിതാവിനെ അനുസരിച്ച് പ്രബോധനം നടത്താനുള്ള ആളല്ല പുരോഹിതൻ. മറിച്ച് ദൈവത്തിന്റെ ഹിതം ലോകത്തെ അറിയിക്കുവാനുള്ളത്. അതാ പുരോഹിത എന്ന വാക്ക് തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം മനുഷ്യന്റെ മുമ്പിൽ വിളിച്ചറിയിക്കേണ്ടതാണ്. എനിക്കൊരു ദൗത്യം നിറവേറ്റാനുള്ള പിതാവിന്റെ ഹിതം നിറവേറ്റണം. യോഹന്നാൻ 6:38. അവിടെ എല്ലാം പിതാവിന്റെ ഹിതം നിറവേറ്റുന്ന ഉത്തമയാണ് കാണുന്നത്. നമ്മുടെ സമൂഹത്തിലെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ആറാമിന്റെ മക്കളായിട്ട് വളർന്നാ ആറാമിന്റെ പ്രവണതയായിരുന്നതും കനിഷ്ഠം നിറവേറ്റുക. ഇന്ന് കേരളം ദൈവത്തിന്റെ നാട്
വിശ്വസിപ്പിച്ച് നമുക്ക് എല്ലാ പ്രയോജനം നമ്മുടെ കുടുംബത്തിലായിരിക്കും ആരംഭിക്കേണ്ടത്. പുരോഹിതനല്ല പ്രാർത്ഥനാലയത്തിനുള്ളവരാകുന്നത് കുടുംബത്തിലെ മാതാപിതാക്കളുടെ പ്രാർത്ഥന രീതി കണ്ടുകൊണ്ടാണ്. പുരോഹിതൻ സേവന സംഘത്തിനാകുന്നത് കുടുംബത്തിൽ മാതാപിതാക്കളുടെ തീക്ഷ്ണമായ സേവന രീതി കണ്ടുകൊണ്ടാണ്. അതിനൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ സാധിക്കുന്നവരെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഇന്നത്തെ സമൂഹം ഒരു പുനഃപരിശോധന ചെയ്യേണ്ട കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന തലമുറയ്ക്ക് രൂപം കൊടുക്കുക, അതുപോലെ ക്രിസ്തുവിൻ്റെ ജീവിതശൈലി അതാണ് മനസ്സിലാക്കി കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് തോന്നി പോലെ ജീവിക്കുന്നതിനുള്ള അനുവാദമില്ലാതിരിക്കുന്ന അവസ്ഥയുണ്ടാകുക. എങ്കിലേ മാതാപിതാക്കളെ ബഹുമാനിക്കുകയുള്ളൂ. ഈയിടെ തമിഴ്നാട്ടിൽ നിന്ന് ഈ പച്ചക്കറിയുമായിട്ട് വന്നു അങ്കമാലിയിൽ ഇറങ്ങി ലോറിയിൽ പച്ചക്കറി എല്ലാം ഇറക്കി കഴിഞ്ഞപ്പോൾ ഡ്രൈവർക്ക് 500 രൂപ വോട്ടും കൊടുത്തു. അതിൻ്റെ അപ്പനെയും അമ്മയെയും നോക്കാൻ എനിക്ക് മനസ്സില്ല. മരുമകൾക്ക് ഒട്ടും ഇഷ്ടമില്ല. രണ്ടിനെയും കട്ടിലിലും ലോറിയെ കയറ്റി തമിഴ്നാട്ടിലേക്ക് അയച്ചതാണ് പറയുന്നത്. ആ ഡ്രൈവർ സഹായം മര്യാദയുണ്ടായിരുന്ന ഒരു പുളിയുടെ ചോട്ടിൽ ഇറക്കി വിട്ടിട്ട് പോയി. പിന്നെ ആരോ സന്നദ്ധ സംഘങ്ങളിൽ പാവം എഴുന്നേറ്റടക്കാൻ പറ്റിയില്ലാത്ത അപ്പനെയും അമ്മയും ഏതോ അനാശാലയിൽ രാജ്യത്തെ ലഭ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വലിയകൂടി നിങ്ങളെയും വരികയിലെ മാതാപിതാക്കളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സമാജ ഭാവി എല്ലാ വിജയവും നിങ്ങളോടൊപ്പം നേരുകയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന സഹായം ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ബെനഡിക്ട് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ വർഗീസ് മെത്രാപ്പോലീത്തായുടെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ മാത്യു മെത്രാന് വേണ്ടിയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിനു വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഷ്ഠിക്കുവാനും ലോകത്തിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവനും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്തുവാനും പ്രധാന ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. ഈ മഹനീയത്തെ നിർവഹിക്കുന്നതിന് തന്നെ ശക്തനാക്കണമെന്ന് 122-ാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് അഭിവൃദ്ധി
പൗരോഹിത്യ പദവിയിലേക്ക് ഒരാളെ ഉയർത്തുക എന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ഒരു കാര്യമാണ്. പൗരോഹിത്യത്തിലൂടെ നഷ്ടപ്പെടുന്ന
എപ്പോഴും എന്നേക്കും. കർത്താവേ, സർവ്വശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധനും ശുശ്രൂഷകനും സഭാതലത്തിൽ നിർവഹിക്കുമായി അതിൽ പ്രവാചകന്മാരെയും ശ്രീകന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്യുമല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വലോക രാജാവേ, അങ്ങയുടെ ദാസനെ വാഴ്ത്തണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ജ്ഞാനം നൽകണമേ. കർത്താവേ, ശിഷ്യനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ചാലെ സുഖപ്പെടുത്തുന്നതിന് തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാസമർപ്പണവും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധമതപ്രധാനം ശുശ്രൂഷിക്കുന്നതിന് കർത്താവായ പ്രതികാരത്തിലെ ഭാഗഭാഗത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നിഗൂഢമായ ജനത്തിന് വേണ്ടി പാവമോചനമായ മാമോദീസാത്വത്തിൽ അങ്ങയുടെ കാര്യത്തിന് ശക്തിയാൽ ആശീർവദിക്കുന്നതിന് അങ്ങയുടെ ജനത്തിന് പാവമോചനം നൽകുന്നതിന് സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിന് അങ്ങയുടെ വിശുദ്ധ നാമത്തിന് ശുദ്ധിയായ വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തികളുടെ അലങ്കരിക്കുന്നതിന് അങ്ങയുടെ തിരുമുമ്പിൽ ചെയ്യുന്ന നമ്മളെ ശുശ്രൂഷിക്കാൻ പ്രതിഫലമായ ഒരാളിരിക്കുന്ന നാമത്തിൽ പ്രസന്നവനായിരിക്കുന്നതിന് അങ്ങയുടെ അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ മനോഹരമായ സിംഹാസനത്തിന് മുൻപാകെ പ്രത്യാശാപൂർവ്വം നിൽക്കുന്നതിനും വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതിയും ബഹുമാനവും പ്രതിനിധിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇതാ തിരുസഭയ്ക്ക് ഒരു നാമപരിഹാരം. നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജോർജ് കരകേരിയെ തിരുസഭയ്ക്ക് മുഴുവനുമായി ബലിയർപ്പിക്കുവാൻ വിശുദ്ധായുടെ പൗരോഹിത്യത്തിൽ അവകാശം സ്വീകരിച്ച് എന്നേക്കുമായി വേർപിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അഭിതന്റെ പിതാവ് നാമപരിഹാരന് ഇപ്പോൾ പുരോഹിതന്റെ തിരുവസ്ത്രം അണിയിക്കുന്നു. ഭൂമിയിലെ വികാരങ്ങളെ നൈർമല്യത്തോടും ദീർഘതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രിയപ്പെടുവാനുള്ള നാമമായും നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. ദൈവവചനം പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അധികാരപ്പെടുത്തുന്നതാണ് പൗരോഹിത്യം. ഇത് സൂചിപ്പിക്കുവാൻ വേണ്ടി അഭിനന്ദി പിതാവ് നവവൈദികന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നു. തുടർന്ന് നവവൈദികനെ നെറ്റിയിൽ ഊഷ്ണം ചെയ്യുകയും തനിക്കുള്ള സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ശിരസിൽ ചുംബിക്കുകയും ചെയ്യുന്നു. വഴിയും സത്യവും ജീവനുമായ നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തീകരണവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിതാനുഭവമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജോർജിലേക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത ദൈവജനത്തെ പഠിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനുമായി നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ പുരോഹിത ശുശ്രൂഷയ്ക്കായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ഈ അനന്തകാരണത്തിന് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുകയും ഈ ദാനം സ്വീകരിച്ച വ്യക്തിയിൽ ദൈവാനുഗ്രഹം നിരന്തരമായി
സൂക്ഷിക്കുവാൻ എനിക്ക് സാധിക്കട്ടെ. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആരോഗ്യവും